അല്ല ചേട്ടനെ എങ്ങനെ അറിയാം? ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം മുതലാളിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കട്ടില് പണിയാൻ വേണ്ടി വന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ കൊച്ചുറാണീനെ പരിചയപ്പെട്ടു. പിന്നെ ഇവന്റെ തന്ത കുട്ടാടൻ വൈദ്യം വലിയ മന്ത്രവാദിയായിരുന്നു. ചുട്ട കോഴിനെ പറപ്പിച്ച കോഴിനെ വീണ്ടും ചുടുക, അങ്ങനെ പല മറിമായങ്ങളും ഇവന്റെ തന്ത ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടാടനും വലിയ പുള്ളിയാന്നാ കേട്ടത്. എന്തായാലും അവര് വീട്ടുകാര് ക്രിസ്ത്യാനികള് കൊന്തയും കുരിശും ഒക്കെ കൊണ്ട് രക്ഷപ്പെടും. നമ്മളാ പെടാൻ പോണത്. എടാ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ എങ്ങാനും പുറത്ത് ഈ പിശാചു വലിഞ്ഞു കയറിയാലേ ഇവിടുന്ന് പോയാലും ജീവിതം മുഴുവൻ തലേ താങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് ബാധ ഒഴിപ്പിക്കണം. ഞാൻ എന്റെ ഇടങ്ങണ്ണിൽ പലതും കാണുന്നു. അവൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. രക്തമോഹിനി പിശാച്, നീ പോകോ? ഇല്ല അല്ലേ? നീ പോകും. ഞാനാ പറയുന്നേ. ഇവൻ എന്റെ മോനാ, തങ്കപ്പൻ. എന്റെ ഈ മോനെ തൊട്ടു പോകരുത്. ആരാ അങ്ങയുടെ ദേഹത്ത് കേറിയിരിക്കുന്നതെന്ന് പറയാമോ? അമ്മയാ. പന്നക്കിഴവി ഉണ്ടായിരുന്നതൊക്കെ പെങ്ങന്മാർക്ക് കൊടുത്തിട്ട് ചത്തൊടിഞ്ഞതാ. അത് പിന്നെയും വന്നാ. തന്റെ അമ്മയല്ല, സാക്ഷാൽ ചാമുണ്ടി മണ്ടോദരി ദേവി. ദേവി പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ മോനെ എന്ന് വിളിച്ചത്. എങ്കിൽ നാളെ തന്നെ ഹോമത്തിന് തയ്യാറായിക്കോളൂ. 144 മുട്ട, 7 കഴി പശുവിൻ പാലി, വെള്ളം ചേർക്കരുത്. 1 കുടം നെയ്യ്, 6 കുല പഴം, 4 കരിങ്കോഴി, 1 ആണി. അടിച്ചിരുത്ത ഞാൻ അവിടെ. അകസ്മാരാണോ അതോ കാറ്റുപോയതാണോ? എനിക്ക് എന്ത് പറ്റി? ധ്യാനിച്ചിരുന്നപ്പോ സ്വാമിയുടെ ദേഹത്ത് മണ്ടോദരി കയറി. അത് തെങ്ങിക്കയറുന്ന ഒരു സാധനമല്ലേ? അത് മണ്ടരി, ഇത് മണ്ടോദരി ദേവി. എന്നിട്ട് എന്ത് പറഞ്ഞു? കോപിച്ച് പിശാചിനെ ആണിയിൽ തറക്കി വന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. എന്തായാലും ആണി പൂജിച്ച് നാളെ കൊണ്ടുവരാം. ഹോമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ദേവി പറഞ്ഞല്ലോ. പറഞ്ഞു. അതിൽ 144 മുട്ട എന്തിനാണെന്ന് മനസ്സിലായില്ല. 144 മുട്ട പുഴുങ്ങി തിന്നാൻ പറഞ്ഞ തയ്യാറാക്കിയാ മതി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ദേവിയുടെ ശാപം വാങ്ങിക്കറ്റരുത്. പാലിന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു 7 ഇടങ്ങഴി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഴംകോഴി. പഴംകോഴി അതെന്തു കോഴി? എടോ പഴവും കോഴി. ഓ, സാമിയല്ലേ പറഞ്ഞത്, ഒന്നും ഓർമ്മയില്ലാന്ന്. പിന്നെ എങ്ങനെ ഈ കണക്കൊക്കെ സാമിക്ക് അറിയണേ? എടാ എന്റെ ഉള്ളിലല്ലേ ദേവി കേറി ഇരുന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ എനിക്ക് കേട്ടൂടെ? തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. രക്തപിശാച, വയറ് ഇരി ചോര കുടിച്ചതിന് ചേട്ടൻ എന്റെ അടുത്ത് വന്ന് അമ്മ അഞ്ഞ എന്നൊക്കെ പറഞ്ഞാണ്ടല്ല, വായിൽ ഞാൻ വിരലിട്ട് കാണിക്കും. പാലാ ചെളിപ്പരുവം. മാഷേ, മാഷ് ഡോക്ടറാണോ? ആണെങ്കി അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ ഭ്രാന്തിന് ചികിത്സിക്കാൻ വന്ന ഡോക്ടറാണെന്ന്. ഇവിടെ ആർക്കാ ഭ്രാന്ത് മാഷേ? നിന്റെ അപ്പന് ഇത്തിരി ഭ്രാന്തുണ്ട്. അത് പറഞ്ഞ ശരിയാ. എന്റെ പഠിത്തവും മുടക്കി കുറെ സ്വത്തം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. ബോറടിച്ചിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇല്ല, ആരോടും പറയില്ല, പ്രോമിസ്. എന്നാ കേട്ടോളൂ, ഞാനൊരു ഡോക്ടറോ എഞ്ചിനീയർ ഒന്നുമല്ല. ഞാനൊരു പിശാച് പിടുത്തക്കാരനാണ്. വെറുതെ ഒന്നും അല്ല. പട്ടിപിടുത്തക്കാരൻ തവള പിടുത്തക്കാരെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണോ പിശാച് പിടുത്തക്കാരൻ? ആദ്യമായിട്ട് കേൾക്കുക. ചക്കര കൊത്തേ തേങ്ങ കൊത്തേ ചക്കര കൊത്തേ. എടി എന്താടി ഇവിടെ? അത് പരിപ്പുണക്കോ? മതി ഉണക്കിയത്, കേറിപ്പോടി. ഈ പരിപ്പൂടെ വേവില്ലേ ഡോക്ടറെ? വൃത്തികെട്ടവൻ. പോടാ. താൻ വല്ലതും കണ്ടാ? ഇല്ല. പിന്നെ എന്തിനാടാ ഈ പാട്ടിട്ട് ഉറക്കണേ? ഒരു കാറ് കൊണ്ടുവന്നൊക്കെ എഴുതി വെക്കണം കാറെന്ന്. കുട്ടാടൻ. മുട്ടനാടോ? ആടൊന്നുമല്ല, കൊച്ചു കുട്ടാടൻ. രക്തേക്ഷി പിടിക്കാൻ വന്നത്. അവളിവിടെ ഉണ്ട്, എനിക്ക് കാണാം.
എവിടെ എവിടെ? വാദ വാദ വാദയല്ല ഗീത. അത് നിങ്ങൾക്ക്, എനിക്കവൾ വാദയാണ്. വാദ വാദിച്ച ഗീതയെ വിളിക്ക്. അവിടെ ചെന്ന് നിൽക്കൂ കുട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കേ. ദേ വരുന്നു. എന്താ ദേവി? തന്നോടല്ല, വാദ ബാധിച്ചവളെ. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നിന്നോടാണ് പറഞ്ഞത്, ഇങ്ങനെ മാറി നിൽക്കടി. ദേ എടി പൊടി എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. ആ പിന്നെ പ്രേതത്തെ ആരെങ്കിലും ശ്രീമതി എന്നൊക്കെ വിളിക്കൂ. അങ്ങോട്ട് മാറി നിൽക്കൂ കുട്ടി. മോളെ അങ്ങോട്ടൊന്ന് മാറി നിന്ന് കൊടുക്ക്, നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. കുഴപ്പങ്ങൾ ഇങ്ങനെ അങ്ങ് മാറിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ എവിടെ നിന്നാണ് വരുന്നത്? ബോംബെന്ന്. ആ അങ്ങനെ പറ, ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നീ പോകുന്നോ അതോ നിന്നെ അടിച്ചോടിക്കണോ? ഓ എന്താടി ഒന്നും മിണ്ടാത്തത്? ചവിട്ടി പറപ്പിക്കും ഞാൻ. പോകുന്നോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറ. ബാധ ബോംബക്കാരിയല്ലേ, മലയാളം അറിയാത്തോണ്ടല്ലേ ഒന്നും മിണ്ടാത്തത്. ഹിന്ദിയിൽ ചോദിക്കും. മണ്ടോദരി അമ്മക്ക് ഹിന്ദി അറിയില്ല. ഈ തള്ള ഏത് നാട്ടുകാരിയാ? തള്ളയോ? എന്നിൽ കുടികൊണ്ടിരിക്കുന്ന ദേവിക്ക് ഹിന്ദി അറിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഹിന്ദി അറിയോ? ജാവോ ജാവോ എന്ന് പറയാൻ പറ. ചാവോ ചാവോ എന്ന് പറ. ശരി, ചാകുവോ ചാകുവോ? ചത്തിട്ടല്ലേ പ്രേതാവുന്ന, പിന്നെങ്ങനെ വീണ്ടും ചാവും? ഒന്ന് മിണ്ടാതിരിക്കടോ. അങ്ങോട്ട് മാറി നിക്കടി. പ്രേതത്തെക്കാളും വലിയ ശല്യം ഇയാൾ ഇവിടെ. കണ്ണ് തെറ്റിയ മുട്ടൊരു മിന്നുക്ക് ഇങ്ങനെ എങ്ങനെ ഇയാളെ കൂടി ഒന്ന് തളയ്ക്കാൻ പറ്റുമോ? അതിപ്പോ എടോ ദേവി, എന്താടോ? ഹിന്ദിയോ തെലുങ്കോ ഏത് കോത്താഴത്തെ പിശാചെങ്കിലാവട്ടെ ആണി എടുക്കടോ. ആണിയടിക്കാം. ഇവളെ ഞാൻ കാഞ്ഞിരത്തിൽ തറക്കും. ആണിയടിക്ക്. കണ്ടോ എന്റെ കൈക്കകത്തുണ്ടവൻ. പിശാചിനെ പിടിച്ചോട്ടോ. ഇനി ഇവനെ പിശാച് പിടിക്കും, കണ്ടോ? വലയം വൃത്തം പൂജ്യം എന്റെ കൈക്കുള്ളിലുണ്ടവൾ. വിളക്കെടുത്ത് പുറകെ വാ. സമീ വിളക്കവിടെ വെക്കുക. വെക്കിടോ ഇവിടെ. എല്ലാവരും ശ്രദ്ധിക്കണം, ചില നിമിത്തങ്ങൾ സംഭവിക്കാം. എന്തു സംഭവിച്ചാലും കുട്ടാടൻ ആടില്ല. വെള്ളിടി വെട്ടാം, തീമഴ പെയ്യാം, ഭൂമി പിളർക്കാം. ഈ ആണിയടിച്ച് തീരുന്നത് വരെ ആരും ഒന്നും ഉരിയാടരുത്. ഉരിയാടിയാൽ ഉരിയാടുന്നവരുടെ ശരീരത്തിലേക്ക് ഇവൾ വന്ന് കയറും. ദേവി, ദേവി ദേവി, ദേവി ദേവിയേ